ഇവക്കല്ലേ ഇങ്ങനെ ഇന്നലെ പറ്റേ, അവളെന്താ ഇന്നോ എങ്ങനെ ചിരിച്ചു കളിച്ച്? ബാധിക്കുന്നത് ബാധിച്ചു, അനുഭവിക്കുന്നത് അനുഭവിച്ചു. ഇതെല്ലാം നമ്മളാ ഫേസ് ചെയ്യുന്നേ. അപ്പൊ ഇനി മുന്നോട്ടുള്ള സന്തോഷം ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത് ആർക്കും പറയാനുള്ള അവകാശമില്ല. അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പോൾ കൂടുതലും ഞാൻ മനസ്സിലാക്കിയത്, എന്ത് നമുക്ക് സംഭവിച്ചാലും ആർക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അതിന്ന് പുറത്തു വരും. കൂടുതൽ ഈ ബോഡി ഷെയ്മിങ് ആണ്. ആദ്യം ഞാൻ ഒരു കാര്യം പറയാം, സ്ത്രീകളുടെ ഒരു ശരീരഭാഗവും അശ്ലീലമല്ല. എൻ്റെ ബോഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഒരു സ്ത്രീ ശരീരം ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബുക്കുകളിലായിരുന്നാലും ഹിസ്റ്റോറിക്കൽപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന ആ ഒരു ശരീരത്തിൻ്റെ വടിവ് എനിക്ക് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതിലൊരു അശ്ലീലവും ആരും കാണേണ്ട കാര്യമില്ല. ഞാൻ സ്വന്തമായിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എൻ്റെ ശരീരത്തിനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ വക സാധനങ്ങളൊന്നും കാണാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നിൽ തൃപ്തനാണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുന്നിൽ വന്നു. ഇതൊരു പ്രശ്നമാണ്, അത് ചികിത്സിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഏകദേശം നമുക്കൊന്ന് കൂട്ടി വായിക്കാൻ പറ്റുന്നത്, ഇപ്പൊ ദുബായിലാണ് സെറ്റിൽഡ്. അതെ അതെ. ദുബായ് ആണോ കേരളമാണോ കൂടുതൽ ഇഷ്ടം? ദുബായ്. എന്താ ഒരു പുച്ഛം പോലെ കേരളത്തിന്? പുച്ഛൊന്നുമല്ല, ദുബായ് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് നമുക്ക് സ്പീഡായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇപ്പം ഗവൺമെൻറ് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജോബിൻ്റെ കാര്യമായിക്കോട്ടെ, പിന്നെ കൂടുതൽ നമുക്കിവിടെ ചാൻസസ് കിട്ടും, പിന്നെ കൂടുതൽ ഇൻകം, പിന്നെ പലതരത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി കൂടിയാണ്. നമുക്ക് എന്ത് ബിസിനസ്സും ചെയ്യാം. ഈവൻ ഒരു സിംഗിൾ പേഴ്സൺ, എനിക്ക് പോലും ഇപ്പോൾ എത്ര ബിസിനസ് വേണമെങ്കിലും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അതിലെന്തെങ്കിലും ക്രൈം നടന്നാൽ തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ളൊരു സ്കോപ്പ് അവിടെയുണ്ട്. ഇവിടത്തെ പോലെ നമ്മൾ കേസ് കൊണ്ടേ കൊടുത്ത് FIR കൊടുത്ത് 15 ദിവസം കഴിഞ്ഞിട്ട് ആളെ വിളിച്ച് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കോടതിയിൽ വന്ന് ഇത് നമ്മളെ വർഷങ്ങൾ പാഴായി പോവുകയാണ്. അവിടെ വർഷങ്ങളല്ല, അവിടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനമാകുന്നൊരു ഈസി വേ ആയതുകൊണ്ട് കൂടുതൽ കംഫർട്ട് അവിടെയാണ്. LGBT വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ആരെയും, ഇല്ല അങ്ങനെ. കാരണം നമ്മളിത് തെറ്റായ രീതിയിലുള്ളൊരു ഇതാണ് നമുക്ക് ചെറുപ്പകാലം മുതലൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു LGBTQ എന്നുള്ളൊരു ഒരു വേർഡിൽ ഇതിലോട്ട് എത്തിയിട്ടുള്ളത് ഈ ഇടക്കാലത്താണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതലേ നമ്മള് വേറൊരു വാക്കിലേക്കാണ്. അതെ, ആണിൽ നിന്നും പെണ്ണിലോട്ട് മാറുന്നതും പെണ്ണിൽ നിന്നും ആണിലോട്ട് മാറുന്നതും, അല്ലെങ്കിൽ ഇതിന്റെ കാറ്റഗറി കുറെ ഉണ്ടല്ലോ. പക്ഷെ ഈ LGBTQ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ ഈ ട്രാൻസ് വുമൻ, ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെ പറയത്തില്ലേ, അത് ചില ആൾക്കാർ മുതലെടുക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല സ്റ്റോറി പലയിടത്തുനിന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്. അവർക്ക് എന്താ പറയാ, ഇതിന്നൊരു ഇൻകം എന്നുള്ള രീതിക്കൊക്കെ ആണ് ഇതിനെ മെയിനായിട്ടും അവർ ഷോക്കേസ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പോൾ അതിൽ ബ്രേക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പുറമെ കല്യാണാലോചനകളും മുടങ്ങിപ്പോക്കുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി കുറച്ച് ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ. അതിലെനിക്കിപ്പോൾ ലാസ്റ്റായിട്ട് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ മാരേജ് സൈറ്റൊക്കെ ഉണ്ടല്ലോ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബട്ട് എന്നാലും ഇത് എൻ്റെ ജോർദാൻ ഇഷ്യൂ പോലെ ഞാൻ ആൾക്കാരിലോട്ടൊരു ബോധവൽക്കരണത്തിന് വേണ്ടി പറയുവാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നുമില്ല, വീണ്ടും ഞാൻ നാണം കിടുന്നൊരു സിറ്റുവേഷനാണ്. ബട്ട് എന്നാലും കുറച്ചൊന്നും അവയർനെസ് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിൽ എനിക്ക് 1-2 ആൾക്കാരിൽ നിന്നും വളരെ മോശപ്പെട്ട അനുഭവം, അതൊരിക്കലും പുറത്തു പോലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർ അംഗീകരിക്കാത്ത രീതിക്കുള്ള സംഭവങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്. ഇങ്ങനെ പറ്റിയ പറയും, ഇവക്കല്ലേ ഇങ്ങനെ ഇന്നലെ പറ്റേ, അവളെന്താ ഇന്നോ എങ്ങനെ ചിരിച്ചു കളിച്ച്? അപ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മുടെ ഡ്രാമയായി, നമ്മൾ ഫേക്കായി. ഇതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. ബാധിക്കുന്നത് ബാധിച്ചു, അനുഭവിക്കുന്നത് അനുഭവിച്ചു. ഇതെല്ലാം നമ്മളാ ഫേസ് ചെയ്യുന്നേ. അപ്പം ഇനി മുന്നോട്ടുള്ള സന്തോഷം ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത് ആർക്കും പറയാനുള്ള അവകാശമില്ല. നമ്മളെ ലൈഫിൽ എന്ത് നടന്നാലും നമ്മൾ ഒറ്റയ്ക്കാണ് ഫേസ് ചെയ്യുന്നത്. മേ ബി നമ്മുടെ ഫാമിലി ഉണ്ടാവും, ബട്ട് എന്നാലും ഒറ്റപ്പെട്ട ലൈഫ്, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അപ്പം ഞാൻ അങ്ങനെ വന്നപ്പോൾ കൂടുതലും ഞാൻ മനസ്സിലാക്കിയത്, എന്ത് നമുക്ക് സംഭവിച്ചാലും ആർക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അതിന്ന് പുറത്ത് വരരുത്. അത് നിങ്ങൾ മരിക്കുന്നവർ, അതാണ് നിങ്ങളുടെ മെയിൻ. നിങ്ങൾ ഇനി ആ സംഭവം ഒരാൾക്ക് പറ്റി, എന്ത് പറ്റുക, ചിലപ്പോൾ കടം വന്ന് ഒരു 1 CR കടം വന്നു എന്ന് വെച്ചാൽ ഒരാൾക്ക്, ആ കടം വീട്ടിൽ അയാൾ ഒരു 6 മന്തിനുള്ളിൽ പുതിയ കാറ് വാങ്ങിച്ചു നോക്കട്ടെ, ഇവൻ എവിടെ നിന്നോ ആരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ്, അല്ലാണ്ട് ഇവൻ്റെ 1 കോടിയുടെ ആ ഒരു കട എങ്ങനെ വീണ്ടു, അങ്ങനെ വരും. ഇപ്പം ഞാൻ ഈ വിഷയത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടേണ്ട ആ ഒരു പരിഗണന കിട്ടിയില്ല ആരെടുത്തുനിന്നും. ഞാനൊരു വിക്റ്റിമാണ്, ഞാൻ ശരിക്കും ഒരു വിക്റ്റിമാണ്. എനിക്ക് കിട്ടേണ്ട ഒരു സ്പേസ് ആരും തന്നില്ല, എന്നെ ആരും പാമ്പർ ചെയ്തില്ല, എനിക്ക് കിട്ടേണ്ട ആ ലാളൻ ആരും തന്നില്ല. ശരിക്കും ഞാനൊരു സ്ഥലത്ത് പെട്ടുപോയിട്ട് എനിക്ക് ജീവൻ കിട്ടിയത് തന്നെ ആരോടൊക്കെ പ്രാർത്ഥന, ചിലപ്പോൾ എൻ്റെ വീട്ടുകാരോടൊക്കെ ജീവൻ. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ഹരാസ്മെന്റ് കാരണം ആത്മഹത്യ ചെയ്താൽ പോലും, ആത്മഹത്യയിൽ പോലും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. വന്നു. പക്ഷെ അത് ഈ റീസൺ മാത്രമല്ല, ഇതിന് ശേഷം
വേറെ കുറേ ദുബായിലുള്ള സമയത്ത് എൻ്റെ റൂം ചേഞ്ചിങ്ങിന് റിലേറ്റഡ് ആയിട്ട് ഒരു റിയൽ എസ്റ്റേറ്റിന് കുറച്ച് ക്യാഷ് കൊണ്ടുപോയി കൊടുത്തു, അത് പറ്റിക്കപ്പെട്ടു. അതിനുശേഷം 1-2 അതായത് എല്ലാം ബാക്ക് ടു ബാക്ക് വന്നതുകൊണ്ട് റിക്കവർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. പെട്ടെന്ന് മൈൻഡൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്ത് ചെയ്യണം എന്നുള്ള അറിയത്തില്ലായിരുന്നു എനിക്ക്. അപ്പം ഞാനൊരു സൂയിസൈഡിങ് ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തി. എൻ്റെ ഫീലിങ്സ് ആർക്കും മനസ്സിലാവുന്നില്ലേ എന്നുള്ളൊരു സ്റ്റേജിൽ ഞാൻ എത്തി. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മളൊപ്പം ആര് നിൽക്കുന്നു, അവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്ന് കണ്ടാൽ പോരെ നമ്മൾ. എന്നെ കൂടുതലും ആ വിഷയത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സഹായിച്ചത് എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. കാരണം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ നാട്ടുകാരൊന്നും ഈ പുറത്തിറങ്ങുമ്പോൾ കാണുന്നതല്ലാണ്ട്, പുറത്തിറങ്ങിയാൽ പോലും ചിലപ്പോൾ ഇതാ പെണ്ണല്ലേ എന്ന് പറയുന്ന അല്ലാണ്ട് ഈ പറയുന്ന കമൻറ്റ് നമ്മൾ മുമ്പേ ഒന്നും പറയത്തില്ലല്ലോ. ഇതൊക്കെ ആ ഒരു ഇൻസ്റ്റഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. അപ്പം ഇനി എന്തൊക്കെ ഫ്യൂച്ചറിൽ ആരൊക്കെ എന്തൊക്കെ ഫേസ് ചെയ്യും, നമ്മളതായിട്ടുള്ള തെറ്റല്ലെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഭയക്കേണ്ട ആവശ്യം. ഇതവിടെ അവസാനിക്കുന്നില്ല. ഇന്ന് ഞാൻ നാളെ അടുത്തൊരു പെൺകുട്ടി അവർ ടാർഗറ്റ് ചെയ്യും. ഈ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ന്യൂസ് ചാനലുകളിലൊക്കെ ട്രെൻഡിങ് ന്യൂസൊക്കെ വരത്തില്ല, അതുപോലെ തന്നെയാണ്. ഇന്നലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് ഞാൻ, നാളെ വേറൊരാളെന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാനും പറ്റില്ല, തകർക്കാനും പറ്റത്തില്ല. അല്ല, അത് അപ്പോഴും ആ ഉത്തരത്തിലേക്ക് ഞാൻ താങ്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിലേക്ക് താങ്കൾ എത്തിയെന്നൊരു സംശയമുണ്ട്. കാരണം ഒരുപാട് പേർ ഈ സ്ത്രീകളാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ഇത്തരത്തിൽ പൊതുമധ്യത്തിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള പുരുഷന്മാരുടെ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഒരു ശതമാനം സ്ത്രീകളുടെയും കൂടി നെഗറ്റീവ് കമൻറ്റുകൾക്കും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ഇരയാകുന്നുണ്ട്. ഇരയാകുക എന്നുള്ള വാക്ക് തന്നെയാണ്, വിക്ടിം എന്നുള്ള ആ വാക്ക് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സ്ത്രീകളുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് ഇത്തരത്തിൽ മോശം കമൻറ്റ് ഇടുന്നവരോട് പറയാനുള്ളത്? മോശം കമൻറ്റ് ഇടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, നമുക്കത് കൃത്യമായിട്ട് തന്നെ പറയാം. ഇന്നലെ താങ്കളൊരു വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ അകത്ത് തന്നെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എനിക്ക് ഒരു എന്താ പറയുക, ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാക്കുകളല്ല, പക്കാ എന്താ പറയേണ്ട അശ്ലീലമായിട്ടുള്ള വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ കുറേയൊക്കെ എനിക്കൊന്ന് ഫേക്ക് ഐഡിയകളാണ്, കുറേയൊക്കെ റിയൽ ആയിട്ടുള്ള ഐഡിയകളുണ്ട്. അത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്നവരോട്, ഇത് താങ്കൾക്ക് മാത്രം അനുഭവപ്പെടുന്ന കാര്യമൊന്നുമല്ല കേട്ടോ, ഒരുപാട് സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ കൃത്യമായിട്ട് റീൽസും കണ്ടൻറ്റുകളും ഇങ്ങനെ മേക്ക് ചെയ്തിടുന്ന ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെയും കമൻറ്റ് സെക്ഷനിൽ നെഗറ്റീവാണ് വരുന്നത്. എന്നാൽ പുരുഷന്മാർ അത്ര വരുന്നില്ല. പുരുഷന്മാർ അത്ര വന്നാലും എനിക്ക് തോന്നുന്ന പുരുഷന്മാരെ അങ്ങനെ അവഹേളിക്കാൻ പറ്റുന്ന വാക്കുകൾ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. സ്ത്രീകളെ പല വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിക്കാൻ പറ്റും. അത്തരത്തിൽ ചെയ്യുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ പറയാൻ തോന്നുന്നത്? കൂടുതൽ ഈ ബോഡി ഷെയ്മിംഗ് ആണ്. ആദ്യം ഞാൻ ഒരു കാര്യം പറയാം, സ്ത്രീകളുടെ ഒരു ശരീരഭാഗവും അശ്ലീലമല്ല. ഈ കവികൾ പോലും വർണ്ണിച്ചിരിക്കുന്നത് ഓരോ ശരീരഭാഗത്തിൻ്റെ വടിവുമാണ്, വളവും വടിവുമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ പണ്ട് മുതലേ പല ബുക്കുകളിലും കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഹിസ്റ്ററിക്കൽ പരമായിട്ട് പോകുമ്പോഴും സ്ത്രീയുടെ ശരീരത്തിന് അത്രയും അകാര വടിവോട് കൂടിയാണ് അവർ കുത്തിവെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പുസ്തകങ്ങളിലായിക്കോട്ടെ സ്ത്രീയുടെ ശരീരത്തിന് ആ ഒരു കർവ് അല്ലെങ്കിൽ ആ ഒരു വലിപ്പം അത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആകർഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അതിനെ ആഭാസപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ അശ്ലീലമാക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ കൂടുതലും എൻ്റെ ബ്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള കമൻസ് ഒക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ വന്നത്. അതിൽ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ബ്രസ്റ്റ് വളർച്ച കൂടുതലുള്ള സ്ത്രീകളിലൊക്കെ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നുള്ളത്. അത് ചിലപ്പം എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും പറയുന്നത്. ശരിക്കും ഒരു സ്ത്രീക്ക് ഇനി മുലപ്പാൽ വരണമെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കാണ്ട് വരത്തില്ല. ഇനി എത്ര വലിപ്പം ഉണ്ടായിട്ടും കാര്യമില്ല. ഇനി സ്ത്രീകൾക്ക് വലിപ്പം ഒന്നും ഇല്ല വെച്ചോ, അവിടെ ചിലപ്പോൾ ഫ്ലാറ്റ് ആണെന്ന് വെച്ചോ, ഒന്നും ഉണ്ടാവില്ല, അവർക്ക് ഉണ്ടാവില്ലേ? അതൊക്കെ ഈ ലാക്റ്റിംഗ് എന്ന് പറയുന്ന സാധനം, ആ ഒരു ഹോർമോൺ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ വരുന്നൊരു സാധനമാണ്. ഞാൻ മാരീഡ് അല്ല, എനിക്ക് കുട്ടികളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയില്ല. എനിക്ക് വരുന്ന കമൻറ്റിൽ അൽമറായി ഇത് എത്ര ലിറ്റർ പാല് കിട്ടും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇല്ല, നമുക്കതില്ല. അത് ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ മാത്രമേ അത് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്, ഇപ്പം ഇത്രയും കാലത്തിനിടയിൽ ഞാൻ ഫേസ് ചെയ്ത വേറൊരു കാര്യം, ഇപ്പം എൻ്റെ ബാക്കിനെ കുറിച്ചാണ് പിന്നെ ആൾക്കാർ മോശം കമൻ്റ് ഇടുന്നത്. അതിൽ ലേഡീസും പറയുന്നുണ്ട്. അപ്പം എൻ്റെ ബോഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അത് തടിച്ചിട്ടായിരുന്നാലും മെലിഞ്ഞിട്ടായിരുന്നാലും ഞാനതിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ബോഡി. കാരണം ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് പാകമാണ്, അത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഒരു സ്ത്രീ ശരീരം ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ബുക്കുകളിലായിരുന്നാലും ഹിസ്റ്റോറിക്കൽപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം കാണുന്ന ആ ഒരു ശരീരത്തിൻ്റെ വടിവ് എനിക്ക് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതിലൊരു അശ്ലീലവും ആരും കാണേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാനത് മുറിച്ചിട്ട് കൊടുക്കേണ്ടി വരും എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ലവളായോ? ഈ ഫ്രണ്ടും ഈ ബാക്കും ഞാൻ മുറിച്ചിട്ട് കഴിഞ്ഞാൽ എന്നെ പറയണം നിർത്തോ? എല്ലാ സ്ത്രീകൾക്കും അതുണ്ട്. വലിപ്പം കൂടുതലായിരിക്കും, കുറവായിരിക്കും, ഹോർമോണിൻ്റെ സംഭവമാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വലിപ്പം കുറച്ച് കൂടുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണിൻ്റെയും ഇൻബാലൻസ് കാരണമാണ് സ്ത്രീകളിൽ ഈ പറഞ്ഞ ബ്രസ്റ്റ് കുറച്ചുകൂടെ വലിപ്പം ചില മാസങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് കൂടുതലും കാണുന്നത് ഈ പ്രസവിച്ച സ്ത്രീകളിൽ കാണാറുണ്ട്. പിന്നെ ഈ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെയാണ് ഈ ബ്രസ്റ്റ് ഇങ്ങനെ കുറച്ച് സൈസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഇത് നാച്ചുറലാണ്, ഞാൻ ഇംപ്ലാന്റ് ചെയ്തതല്ല. ഇംപ്ലാന്റ് മീൻസ് ഞാൻ സിലിക്കോൺ ഒന്നും വെച്ചതല്ല, ഇതെനിക്ക് നാച്ചുറലി ഉള്ളൊരു സാധനമാണ്. പിന്നെ ഇത് ഫാറ്റും കൂടെയാണ്. മൊത്തത്തിൽ ഹോർമോൺ ഇൻബാലൻസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഫാറ്റാണ്. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൻ്റെ എക്സസൈസും കാര്യങ്ങളും ഇല്ലാണ്ടാവുമ്പോൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. അല്ലാതെ ഇത് മൊത്തത്തിൽ മോശമാണ്, അശ്ലീലമാണ്, ഇത് ഇവൾക്കുള്ളത് കൊണ്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്തരത്തിൽ ഈ താങ്കളുടെ എന്താ പറയുക വൾഗറായിട്ട് അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള രീതിയിൽ താങ്കൾ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ചോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്താ പറയുക നമ്മുടെ ബോഡി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള റീൽസ് ഒന്നും ഞാൻ കണ്ടില്ല താങ്കളുടെ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഹണി റോസ് ആണ്. ഹണി റോസിൻ്റെ എന്താ പറയുക, ഹണി റോസിൻ്റെ ബാക്ക് വശം വെച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുക പരിഹാസപരമായിട്ടുള്ള വളരെ അപഹാസ്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്ന ഒരു പറ്റം ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് സെക്ഷൻ വായിച്ചാൽ മതി. അതിൽ ബഹുഭൂരിപക്ഷവും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് ഫേക്ക് ഐഡികളല്ല, റിയൽ ഐഡികളിൽ നിന്നാണ് പറയുന്നത്. അത് കുത്തിവെച്ചിട്ടാണ്, അതാണ് ഇതാണ് അല്ലെങ്കിൽ മറ്റു രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ രീതിയിൽ തന്നെയാണ് എനിക്ക് ജന്നയുടെ കാര്യത്തിൽ കൂട്ടി വായിക്കാൻ തോന്നുന്നത്. ജന്ന പക്ഷേ ഡ്രസ്സിങ്ങിലൊന്നും അത്ര എന്താ പറയണ്ടേ, ശരീരത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വളവും പടിവും ഒന്നും കാണുന്ന രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു, അതാണോ സത്യത്തിൽ പറഞ്ഞാൽ ഒരു മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം കാണിക്കുന്നത്? മലയാളികൾ എന്ന് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല, ഇപ്പോഴും പറയുന്നു 100% മലയാളികളുണ്ടെങ്കിൽ ചില മലയാളികൾ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ചില മലയാളികൾ, ഈ റേപ്പൊക്കെ ചെയ്യുന്നവർ അതിൽപ്പെടുന്നവരാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്ന എന്താ പറയണ്ട, ഒരു സ്ത്രീനെ ഒരു ഭോഗവസ്തുവായിട്ട് മാത്രം കാണുന്ന ഒരു പറ്റമുണ്ട് ഈ സമൂഹത്തിൽ, അതിനുവേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുന്നൊരു പറ്റമുണ്ട്. അങ്ങനെയുള്ളവരായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവരോടൊക്കെ ഇവർ ഇത്തരത്തിൽ ഈ മോശം കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ അത് മാനസികമായിട്ട് ബാധിക്കാറുണ്ടോ? ഇല്ല എന്നെത്ര പറഞ്ഞാലും ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. ചില സമയങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്, കമന്റ്സ് കണ്ട് കരഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇട്ട കമന്റ്സ് ഒന്നും കണ്ടിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ടില്ല, ഞാൻ നല്ല രീതിയിൽ ചിരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ലൈംഗിക ദാരിദ്ര്യം, ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ പാർട്ട്നേഴ്സിനോ അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്നതായിക്കോട്ടെ, ചിലപ്പോൾ കല്യാണം കഴിച്ചതായിക്കോട്ടെ, അവരിൽ ഇതൊന്നും കാണുന്നില്ല. അപ്പം ഇല്ലാത്തത് കിട്ടാതെ ആകുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത്. മൊത്തത്തിൽ ഞാൻ അടിച്ചാക്ഷേപിക്കുന്നതല്ല, ഞാൻ പുരുഷന്മാരെയും ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതല്ല. എനിക്ക് കൂടുതൽ കമന്റ്സ് വരുന്ന സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ നിന്നാണ്. പിന്നെ എനിക്ക് കുഞ്ഞുനാൾ മുതൽ എൻ്റെ നാട്ടിൽ പരിചയമുള്ളൊരു ഇത്ത ഉണ്ടായിരുന്നു. അവരെന്നെ ഒരു 4-5 കൊല്ലത്തിന് മുന്നേ ഇതുപോലെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു ലേഡി എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ ശരീരഭാഗങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചു. നോക്കൂ, അതെനിക്ക് ദൈവം തന്നതാ. അതെ, അത് ഞാൻ ജനിച്ചപ്പോ വളർന്ന് അങ്ങനെ വന്നതാ, ഞാൻ ഇംപ്ലാന്റ് ചെയ്തതല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം ഇവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സ്വന്തമായിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്റെ ശരീരത്തിനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോ എനിക്ക് ആ വക സാധനങ്ങളൊന്നും കാണാത്തത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നിൽ തൃപ്തനാണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മുന്നിൽ വന്നു. ചിലപ്പം ആ ഒരു എന്താ പറയുക, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതായിരിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ജനങ്ങളുടെ അടുത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനപ്പം കണക്ട് ചെയ്തു, മേ ബി അതാവാം. അല്ലാതെ ഇപ്പം എനിക്കിപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ നേരത്തെ ഹണി റോസിനെ പറഞ്ഞത് ഞാൻ ആസ്വദിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. സ്ത്രീകളെ കൂടുതൽ വായി നോക്കുന്നതാണ് ഞാൻ, അതിലാണ് ഞാൻ കൂടുതൽ നോക്കാറ്. എനിക്ക് അത്യാവശ്യം നല്ല സൈസ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കർവൊക്കെയുള്ള നല്ല ശരീരം നല്ല ഷേപ്പിനുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഞാനും നോക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. അതിനെ ഇഷ്ടപ്പെടാൻ കഴിയാതെ വരുന്നത് എനിക്ക് തോന്നുന്നു മാനസിക വൈകൃതം കൂടെയാണ്.
അതിനെന്തോ പ്രശ്നമുണ്ട്. നമ്മൾ ശരീരത്തിന് അസുഖം വരുമ്പോൾ ചികിത്സിക്കുന്നത് പോലെ ഇതൊരു പ്രശ്നമാണ്, അത് ചികിത്സിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് നമ്മളെ ശരീരത്തിന്റെ ഒരു അവയവത്തിനെ ആൾക്കാർ മോശപ്പെട്ട രീതിയിൽ പറയാം. നമ്മളെ വിരലുകളായിരുന്നാലും നമ്മുടെ തലമുടി അതൊക്കെ നമ്മളെ അവയവങ്ങളൊക്കെ അല്ല, അതുപോലെ കണ്ടപ്പോരെ. അല്ല, അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അതായത് ഇന്നാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ ശരീരം ഇപ്പോൾ ഉണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, നമ്മൾ ഓരോരുത്തർ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സാമ്പത്തികം, ശരീര അവയവങ്ങളെ വെച്ച് തന്നെ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു പറ്റവും ഉണ്ട്. അത് നമ്മൾ കൂട്ടി വായിക്കണം. അത് നമ്മൾ തീർത്തും അവോയ്ഡ് ചെയ്ത് പോകുന്നേ കാര്യമില്ല. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ ഇടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വിമർശനങ്ങൾ വരും. പക്ഷേ വിമർശനങ്ങൾ വരുമ്പോഴും മാന്യമായ ഭാഷയിലാവണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. വിമർശനങ്ങൾ വരും. പക്ഷേ താങ്കളുടെ ഭാഗത്ത് അങ്ങനെ ഒരു അവയവം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിട്ടും ഈ വരുന്നതിനെയാണ് എനിക്കും അനുകൂലിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ മോശമായിട്ട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ വരും. അത് മാന്യമായ ഭാഷയിൽ ഓരോ ബഹുജനം പല വിധമാണ്. ചിലപ്പോൾ ചിലർ നല്ല രീതിയിൽ അത് സംസാരിക്കാം, ചിലർ മോശം രീതിയിൽ സംസാരിക്കാം. ചിലപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മളെ പീഡിപ്പിക്കുന്ന രീതി വരെ വേണമെങ്കിൽ സംസാരിക്കുന്നവരുണ്ടാകും. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് അതാണ്, താങ്കൾ അത്ര മോശമായിട്ട് ഡ്രസ്സ് ധരിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ 100% മുഖത്തടിച്ച പോലെ തന്നെ ചോദിക്കുകയും ചെയ്തേനെ, താങ്കൾ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നത്? അപ്പം വിമർശനങ്ങൾക്ക് ദൈവം പോലും ഇവിടെ വിമർശനത്തിന് വിധേയനല്ല, മാറി നിൽക്കാൻ പറ്റില്ല. വിമർശനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അതിപ്പം ലോകത്തുള്ള എല്ലാവർക്കും സോഷ്യൽ മീഡിയ നിൽക്കുന്നതാണെങ്കിൽ ഈ വിമർശനങ്ങളും പരിഹാസങ്ങളും നല്ല വാക്കുകളും കുത്തുവാക്കുകളും എല്ലാം കേൾക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയ നിന്നിട്ട് കാര്യമുള്ളൂ, അല്ലാതെ നടക്കില്ല. അപ്പോൾ അത്തരത്തിൽ അല്ല, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ, തെറ്റാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിലോ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് പറയാം, ആർക്കും പറയാം. പക്ഷേ എൻ്റെ ശരീരം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ആവുന്നത്? അതുകൊണ്ട് ഞാനല്ലേ നടക്കുന്നേ, അത് ഭാരമാണെങ്കിലും ഞാനല്ലേ അതിനെ കൊണ്ട് നടക്കുന്നേ. നിങ്ങൾക്ക് ആർക്കും നിങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ലാണ്ട് നിങ്ങൾ ആരും അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബാധിക്കുന്നില്ല. അപ്പോൾ അത് എൻ്റെ പ്രശ്നമാണോ, എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നമാണോ? അത് മാനസിക പ്രശ്നം തന്നെ ആവാനേ വഴിയുള്ളൂ. നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ തന്നെ സഞ്ചരിച്ച് പോകണ്ട. അത് നമുക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ, അല്ല ഇത് എനിക്ക് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. മലയാളികൾ കുറച്ച് പേരുടെ ഈ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് നമ്മുടെ ഈ ബൈറ്റ് ഇറങ്ങുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇതിനെതിരെയും നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന ഒരുപാട് പേര് കാണും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലോകം അങ്ങനെയാണ്. നെഗറ്റീവ് പറയാനാണ് മനുഷ്യന്മാർക്ക് കൂടുതൽ താല്പര്യം പോസിറ്റീവിനേക്കാൾ. അങ്ങനെ ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞത്. നല്ല കുറച്ച് അനുഭവങ്ങൾ, ഇത് ദുരനുഭവമായിരുന്നു. ആ ദുരനുഭവമാണ് നമ്മൾ ഇത്ര നേരം വന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഒരുപാട് എനിക്ക് തോന്നുന്നു 15ഓളം രാജ്യങ്ങൾ 16 രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് രാജ്യങ്ങൾ, എന്താണ് നല്ല അനുഭവങ്ങൾ? ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഈജിപ്തിൽ ഞാൻ പോയ സമയത്ത് ഇതുപോലെ ഒരു പെർഫ്യൂം വാങ്ങിക്കാൻ പോയ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ലേഡീസ് ഓൺലി ട്രിപ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ, ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ തമാശ അടിച്ച് നിൽക്കുമ്പോൾ അതിന് ഷോപ്പിലൊരു പയ്യൻ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഫ്രീ ആയിട്ട് തന്നായിരുന്നു. എനിക്ക് ആദ്യം തന്നത്. അപ്പം ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വന്നു, എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പം അവൾക്ക് കൂടെ ചോദിച്ചു, അപ്പം അവൾക്കും തന്നു. അപ്പം അവൾക്ക് ഒരെണ്ണം കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അപ്പം ഇരിക്കട്ടെ ഒരെണ്ണം നിനക്കെന്ന് പറഞ്ഞ് ഒരെണ്ണം കൂടെ തന്നു. ഞാൻ പിന്നെ വിചാരിച്ചു, ഹയ്യമ്മ നമുക്കിന്ന് പെരുന്നാളാന്നും പറയും. ഞാനത് വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ ബാക്കിൽ നിന്ന് വന്നിട്ട് ഈ വാങ്ങിച്ചൊരു പെർഫ്യൂം എന്ന് പറയുമ്പോൾ ഞാൻ അതുപോലെ ഒരെണ്ണം എൻ്റെ ലൈഫിൽ ഇതുവരെ സ്മെൽ ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല ആ സാധനം. ആ ഒരു പെർഫ്യൂമിനെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു. ഇത് എന്തിനാ ഉപയോഗിക്കണേന്ന് അറിയോ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ ആകർഷിക്കണേന്ന് അറിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ കേട്ടു, പുതിയതായിട്ട് കേൾക്കുന്നില്ലെന്നാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ തൊട്ടപ്പുറത്ത് വാഷ്റൂം ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരെയും, ഒരാളെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് സംസാരിക്കാം. അപ്പോൾ ആ വാഷ്റൂമിൻ്റെ അടുത്തോട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പന്തിയേട് തോന്നിയിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി റോഡിലിറങ്ങി. ബട്ട് ഈ പുള്ളിക്കാരൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി റോഡിലും വന്നിട്ട് നമ്മൾ രണ്ടാൾക്കാരെടുത്തും അഗ്രസീവ് ആവാൻ തുടങ്ങി കൂടെ പോവാൻ. ആ ഒരു സംഭവം അല്ലാണ്ട് ഒരു യാത്രയിലും എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടില്ല. ഇത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. 2 പെൺപിള്ളേരുണ്ടല്ലോ, അപ്പം നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നതിൻ്റെ പുറമെ ഫ്രീക്ക് വാങ്ങിച്ചിട്ട് പണി കിട്ടിയ ഒരു സംഭവമില്ല. നമുക്ക് പറയുമ്പോഴും തമാശയായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റ് കൺട്രികളിലൊക്കെ പോയത് ഇതുപോലെ തന്നെയാണ്, ഗ്രൂപ്പ് ട്രിപ്പ് ലേഡീസ്. അല്ല, കേരളവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയുടെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഇടപെടൽ കൊണ്ടോ കേരളവുമായിട്ട് താരതമ്യപ്പെടുത്താൻ തോന്നിയ രാജ്യമുണ്ടോ? മനുഷ്യന്മാരായിട്ടൊന്നും ഇടപെടാൻ അത് പറ്റത്തില്ല. അത്രയും കൊള്ളില്ലെന്നാണ് പറയുന്നത്.
നമ്മളത്ര മോശമാണെന്നാണോ പറയുന്നത് മലയാളികൾ? അങ്ങനെയല്ല, നമ്മൾ ചില കൺട്രികളിൽ പോകുമ്പോൾ നമുക്ക് കോംപ്ലിമെന്റ് കിട്ടും ചുമ്മാ, വെറുതെ റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവിടെയുള്ള ലോക്കൽസ് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ കോംപ്ലിമെന്റ് തരും. നമുക്ക് എന്താ കോംപ്ലിമെന്റ് തന്നിട്ടുള്ളത്? നമ്മളെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. അതിപ്പോ ആണുങ്ങളല്ല കേട്ടോ, നല്ല ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പക്കാരികളായിരിക്കാം. അവർ വന്നിട്ട് നമ്മളെ ബ്യൂട്ടീനെ അഡ്മയർ ചെയ്യും, ഡ്രസ്സിങ്ങിനെ അഡ്മയർ ചെയ്യും. ഇപ്പൊ നമ്മള് വർത്താനം പറയുമ്പോൾ അവർ നമ്മൾ അടുത്ത് വന്നിട്ട് പറയും, ആര് ഇന്ത്യൻ, ഷാറുഖ് ഖാൻ, കജോൾ. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് ഈ നമ്മളെ നാടിനെ കുറിച്ച് ഇങ്ങനെ പുറത്തൊരു കൺട്രി സംസാരിക്കും, എസ്പെഷ്യലി കസാക്കിസ്ഥാൻ, സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഒക്കെ. ഈ 3 കൺട്രിയിൽ പോലെ, അതുപോലെ അസർബൈജാനിലൊക്കെ പോയപ്പോഴും നമ്മളെ ഇന്ത്യനെ കുറിച്ചൊക്കെ കുറെ അവർ താരീഫ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രികളിലൊക്കെ പോയപ്പോഴും അവർ ഇങ്ങോട്ട് വന്നിട്ട്, പിന്നെ തജിക്കിസ്ഥാൻ അവിടെയൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടെന്ന് വെച്ചാൽ അവർ ഹിന്ദി മൂവിയൊക്കെ ഇരുന്ന് കാണുവാണ്. ഹിന്ദി മൂവി കാണുമ്പോൾ ഞാൻ സർപ്രൈസ്ഡാണ്. ഞാൻ തജിക്കിസ്ഥാനിൽ പോയപ്പോൾ ഒരു ഫാമിലിയുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്തിരുന്നു. നമ്മുടെ ക്ലൈൻ്റ് ആയിരുന്നു, എനിക്കവിടെ ദുബായിലുള്ള ബിസിനസ്സിൻ്റെ ഒരു ക്ലൈൻ്റ് ആയിരുന്നു. സോ അവരെ വീട്ടിലൊക്കെ ഹിന്ദി മൂവി കാണും, അവർ ഹിന്ദി പാട്ട് പാടുകയും ഹിന്ദി ഡാൻസ്, നമ്മളെ നൂറ ഫത്തേഹിൻ്റെതും ജാക്ലിൻ ഫെർണാണ്ടസിൻ്റെയും തമന്നയുടെ ഒക്കെ ഡാൻസ് പഠിച്ചിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൺട്രി ഓക്കെ മലയാളം അല്ല, ഹിന്ദിയാണ്, പക്ഷെ അവർ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് അതിലൂടെയാണ്. ഷാറുഖ് ഖാനിലൂടെയും കാജലിലൂടെയും ഈ പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയൊക്കെയാണ് അവർ ഇന്ത്യ കൂടുതൽ അറിഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഒരു പ്രിവിലേജ് അവിടെ കിട്ടുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ഒരു പറയാൻ മാത്രമല്ല, നമുക്ക് ആ ഒരു, നമ്മളിവിടെ ഈ ഇംഗ്ലീഷുകാരൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വെള്ളക്കാർ ഇംഗ്ലീഷുകാരെന്നൊക്കെ പറയത്തില്ലേ, മദാമ, അതുപോലെ നമ്മൾ ഇന്ത്യൻസിന് ഭയങ്കര വാല്യൂ കിട്ടുന്ന കൺട്രി ഇതൊക്കെ. ശരിക്കും നമ്മൾ തലയിലെടുത്ത് വെക്കും, അവർ കൊണ്ടിടന്ന് പറയും ഇന്ത്യ, ഷീസ് ഫ്രം ഇന്ത്യ, ഷീസ് ഫ്രം ഇന്ത്യ. അപ്പൊ നമുക്കിങ്ങനെ എന്താ ഒരു ക്രൗൺ പ്രിൻസസിനെ പോലെ നമുക്ക് തോന്നും ചില സമയങ്ങളിലൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇത് ഏകദേശം നമുക്കൊന്ന് കൂട്ടി വായിക്കാൻ പറ്റുന്നത്, ഇപ്പൊ ദുബായിലാണ് സെറ്റിൽഡ് അല്ലേ? ദുബായ് ആണോ കേരളമാണോ കൂടുതൽ ഇഷ്ടം? ദുബായ്. എന്താ ഒരു പുച്ഛം പോലെ കേരളത്തിന്? പുച്ഛമൊന്നുമല്ല, ദുബായ് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് നമുക്ക് സ്പീഡായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇപ്പം ഗവൺമെന്റ് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജോബിന്റെ കാര്യം ആയിക്കോട്ടെ, പിന്നെ കൂടുതൽ നമുക്കിവിടെ ചാൻസസ് കിട്ടും, പിന്നെ കൂടുതൽ ഇൻകം, പിന്നെ പലതരത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി കൂടെയാണ്. നമുക്ക് എന്ത് ബിസിനസ്സും ചെയ്യാം. ഈവൻ ഒരു സിംഗിൾ പേഴ്സൺ, എനിക്ക് പോലും ഇപ്പം എത്ര ബിസിനസ് വേണമെങ്കിലും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അതിലെന്തെങ്കിലും ക്രൈം നടന്നാൽ തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ളൊരു സ്കോപ്പ് അവിടെയുണ്ട്. ഇവിടത്തെ പോലെ നമ്മൾ കേസ് കൊണ്ടുപോയി കൊടുത്ത് FIR കൊടുത്ത് 15 ദിവസം കഴിഞ്ഞിട്ട് ആളെ വിളിച്ച് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കോടതിയിൽ വന്ന് ഇത് നമ്മളെ വർഷങ്ങൾ പാഴായി പോവാണ്. അവിടെ വർഷങ്ങളല്ല, അവിടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനമാകുന്നൊരു ഈസി വേ ആയതുകൊണ്ട് കൂടുതൽ കംഫർട്ട് അവിടെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു അതായത് നിയമവ്യവസ്ഥ ഇവിടത്തേക്കാൾ നല്ലത് ദുബായിലാണെന്നാണ് പറയുന്നത്. അതെ, ഇവിടെ നല്ലതല്ലെന്നല്ല പറയുന്നത്, ആണ്. മനുഷ്യന്മാർ അവിടെ പ്രത്യേകിച്ച് നമുക്ക് അവിടുത്തെ ആൾക്കാരെന്ന് പറയാനില്ല. പല കൺട്രിയിലുള്ള ആൾക്കാർ ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് ഈ ദുബായ്. ഫ്ലോട്ടഡ്. അപ്പം അതേ ഉള്ളൂ. പിന്നെ ഇവിടത്തേക്ക് പോലെ തന്നെയാണ് നമ്മള് ലൈക്ക്, പിന്നെ അവിടുത്തെ നിയമത്തിന് പേടിയുള്ളത് കൊണ്ട് മാത്രം ആൾക്കാർ അധികം ഇവിടെ ചെയ്യുന്ന പോലത്തെ ക്രൈം അവിടെ ചെയ്യുന്നില്ല. ദുബായ് മലയാളികളെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അങ്ങനെ ഒരുപാട് മലയാളികൾ ഒരുപാട് പേര് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായി. ആരെയായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്? അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് തോന്നുന്നത് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പരിചയം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഒന്നുമല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അറിയാം, കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ചീത്തയുണ്ട്, നല്ലതും ഉണ്ട്. എന്താണ് നല്ലത് നമുക്ക് പറയാം. നല്ലത് തന്നെ, ഒരു ഗ്ലിംസ് ഓഫ് ദ സ്മോൾ തിങ്. നല്ലത് തന്നെയാണ്. ജാസി എസ്പെഷ്യലി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ പെമ്പിളരെ അടുത്ത് മിണ്ടുമ്പോൾ ഉള്ള ഒരു സംഭവമാണ് ജാസി. ഞാൻ ചോദിക്കുന്നത് 8 വർഷം മുമ്പാണ് താങ്കൾ ദുബായി പോകുന്നത്. അതിനുശേഷം ഇപ്പോൾ സ്ത്രീ ആയിട്ട് മാറിയ ജാസിനെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, നമ്മള് ഡയറക്റ്റ് ഫ്രണ്ട്സ് അല്ല. അവിടെ വെച്ചിട്ട് ഞാൻ ജാസിനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ടിക്ടോക്കിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. ആ മീറ്റപ്പിൽ വെച്ചിട്ട് ഞാൻ കാണുമ്പോഴത്തേക്കും ഞാൻ ആൺകുട്ടികളിൽ ഇത്രയും സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ആൺകുട്ടികൾ ഓക്കെ ഭയങ്കര ഹാൻസം ആണ്, നല്ല അടിപൊളി ഹെയർ ആണ്, നല്ല ബോഡി ആണെന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന കണക്കിന് ജാസിനെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും എന്റെ മോനെ എന്താ കളർ, ആ ഒരു ഫീൽ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ മാറി 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 ഇപ്പോഴത്തെ ഒരു കോലത്തിലെത്തിയത്, അതും ശരിക്കും പറഞ്ഞാൽ ഒരു 3 വട്ടം നോക്കേണ്ട ഒരു സെറ്റപ്പിലാണ് ജാസി ഇപ്പം ചേഞ്ച് ആയിരിക്കുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടാവാം. സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? അല്ല, ഞാൻ ആരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല, എതിർക്കുകയും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളുടേതായ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ നോ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് LGBTQ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്? ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ആരെയും.
ഇല്ല അങ്ങനെ, കാരണം നമ്മളിത് ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് ചെറുപ്പകാലം മുതൽക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു LGBTQ എന്നുള്ളൊരു ഒരു വേർഡിൽ ഇതിലോട്ട് എത്തിയിട്ടുള്ളത് ഈ ഇടക്കാലത്താണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതലേ നമ്മള് വേറൊരു വാക്കിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും അല്ലാതെ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കണ്ട അല്ലെ, ആ വാക്കിനെ കുറിച്ച് സംസാരിക്കണ്ട. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ആ ഒരു പേരിൽ മിസ്യൂസ് ചെയ്ത് വരുന്ന കുറെ. അത് മനസ്സിലായില്ല എങ്ങനെ? ശരിക്കും ഒരു ആണിൽ നിന്നും പെണ്ണിലോട്ട് മാറുന്നതും പെണ്ണിൽ നിന്നും ആണിലോട്ട് മാറുന്നതും അല്ലെങ്കിൽ ഇതിന്റെ കാറ്റഗറി കുറെ ഉണ്ടല്ലോ. പക്ഷെ ഈ LGBTQ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ ഈ ട്രാൻസ് വുമൻ, ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെ പറയത്തില്ലേ, അത് ചില ആൾക്കാർ മുതലെടുക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല സ്റ്റോറി പലയിടത്തുനിന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്. അവർക്ക് എന്താ പറയാ, ഇതിന്നൊരു ഇൻകം എന്നുള്ള രീതിക്കൊക്കെ ആണ് ഇതിനെ മെയിനായിട്ടും അവര് ഷോക്കേസ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാരേജ് ഒക്കെ ഉടനെ ഉണ്ടാവുമോ അതോ? എൻ്റെ അമ്മച്ചിയെ ഇല്ല. എനിക്ക് കോവിഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലും പറയലൊക്കെ വരില്ല, അയ്യോ വീണ്ടും കോവിഡോ എന്നുള്ള പോലെ. മാരേജ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഷിവർ ചെയ്യുന്നു കൈ. വീണ്ടും കോവിഡോ എന്ന് പറഞ്ഞ വീണ്ടും മാരേജോ? അതാണ് അങ്ങനെയല്ല, ഞാൻ അതിനെ ഇതാക്കി പറഞ്ഞതാ. കോവിഡിന്റെ അല്ല, താങ്കൾക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു വേണമെങ്കിൽ പോവാം. ഈ സ്വാഭാവികമായിട്ടും ഇപ്പൊ രേണുസുതി നമുക്കൊരു ഉദാഹരണമാണ്. ഒരു വിവാഹം കഴിഞ്ഞു, വിധവയായി കഴിഞ്ഞപ്പോൾ അവർ നേരിടുന്ന, പിന്നെ അവരുടെ ഭാഗത്തു നിന്നും കുറേ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും അവരെ വലിയ രീതിയിൽ വാണിഷടിച്ച് അല്ലേ, അങ്ങനെ ടാനിഷടിച്ച് വിടുന്ന പോലെ രീതിയിലുള്ള കമന്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ മാരേജ് വേണ്ടെന്നുള്ളതിന്റെ റീസൺ അത് പറഞ്ഞുതരാം. ബാക്കിയുള്ള വിഷയത്തിൽ നമുക്ക് പോകണ്ട. മാരേജ് വേണ്ടെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പോൾ അതിൽ ബ്രേക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പുറമെ കല്യാണാലോചനകളും മുടങ്ങിപ്പോക്കുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി കുറച്ച് ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ. അതിലെനിക്കിപ്പോൾ ലാസ്റ്റ് ആയിട്ട് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയ അടിയൊന്നുമല്ല. നമ്മുടെ നാട്ടില് ഈ മാരേജ് സൈറ്റൊക്കെ ഉണ്ടല്ലോ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബട്ട് എന്നാലും ഇത് എൻ്റെ ജോർദാൻ ഇഷ്യൂ പോലെ ഞാൻ ആൾക്കാരിലോട്ടൊരു ബോധവൽക്കരണത്തിന് വേണ്ടി പറയുവാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നുമില്ല, വീണ്ടും ഞാൻ നാണം കിടുന്നൊരു സിറ്റുവേഷൻ ആണ്. ബട്ട് എന്നാലും കുറച്ചൊന്നും അവയർനെസ് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നതാണ്. ഇതിൽ വരുന്ന ആലോചനകൾ നമ്മൾ നോക്കി നമ്മളുടെ പ്രിഫറൻസിന് മാച്ച് ആയെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനല്ലേ ചൂസ് ചെയ്യേണ്ടത് കെട്ടുന്ന ആളെ എന്ന് കരുതി ഞാൻ ഡയറക്റ്റ് കോണ്ടാക്ട് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് 1-2 ആൾക്കാരിൽ നിന്നും വളരെ മോശപ്പെട്ട അനുഭവം, അതൊരിക്കലും പുറത്തു പോലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർ അംഗീകരിക്കാത്ത രീതിക്കുള്ള സംഭവങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്.